കത്തോലിക്ക സഭ മലയോര ജനതയുടെ ദുരിതങ്ങളിലും ആവശ്യങ്ങളിലും പ്രതികരിക്കുമ്പോൾ അതിനു നേരെ ചെളിവാരിയെറിയുന്നത് മൗഢ്യമാണെന്ന് മലങ്കര കത്തോലിക്ക സഭ മൂവാറ്റുപുഴ ഭദ്രാസനാധിപൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ യൂഹാനോൻ മാർ തയോഡോഷ്യസ്. വിഷയത്തിൽ സഭയ്ക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ലെന്നും സഭ നിലനിൽക്കുന്നത് മനുഷ്യന് വേണ്ടിയും മൂല്യങ്ങൾക്ക് വേണ്ടിയുമാണെന്നും ഷെക്കേന ന്യൂസിനോട് വിശദമാക്കി. മനുഷ്യന്റെ മഹത്വം തമസ്കരിച്ച് കേരളം മുഴുവനും ഒരു വനവാസ കേന്ദ്രമാക്കി രൂപീകരിക്കാനാണോ പദ്ധതിയെന്നും സർക്കാരിനോട് അഭിമന്യ പിതാവ് ചോദ്യം ഉന്നയിച്ചു. ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത വിധം മലയോര മേഖലയിലെ ജനങ്ങൾ ദുരന്തവും ദുരിതങ്ങളും അനുഭവിക്കുകയാണ്. ഒരു ഭാഗത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണവും മറുഭാഗത്ത് കാർഷിക വിളകളുടെ മൂല്യത്തകർച്ചയും നേരിടുന്നു. കൂടാതെ സ്വത്തിനും സമ്പത്തിനും സുരക്ഷയുമില്ലാതായി ബന്ധപ്പെട്ട അധികാരികൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അവർ മൃഗത്തിന് കുടപിടിക്കുകയാണെന്നും മൃഗസംരക്ഷണമാണ് മൃഗസ്നേഹികളുടെ ചിന്തയെന്നും അസന്നിഗ്ധം പറഞ്ഞ മൂവാറ്റുപുഴ ഭദ്രാസനാധിപൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ യൂഹാനോൻ മാർ തയോഡോഷ്യസ് അവർ മനുഷ്യന്റെ മഹത്വം തിരിച്ചറിയണമെന്നും മനുഷ്യനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാരെന്നും കേരളം മുഴുവനും ഒരു വനവാസ കേന്ദ്രമാക്കി രൂപീകരിക്കാനാണോ പദ്ധതിയെന്നും സർക്കാരിനോട് ചോദിച്ചു. വേണ്ടപ്പെട്ട മനുഷ്യർ അധികാരികൾ പുറംതിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അവർ മൃഗത്തിന് കുടപിടിക്കുന്നു. മൃഗസംരക്ഷണമാണ് മൃഗസ്നേഹികളുടെ ഒരു ചിന്ത. മനുഷ്യൻ്റെ മഹത്വം തിരിച്ചറിയണം. ഈ മനുഷ്യനില്ലെങ്കിൽ പിന്നെ എന്തിനാ ഗവൺമെൻറ്, പിന്നെ എന്തിനാണ് ഇവിടുത്തെ സ്ട്രക്ചേഴ്സൊക്കെ? ഈ മനുഷ്യനെ സംരക്ഷിക്കാൻ ഈ സ്ട്രക്ചേഴ്സിന്, ഇവിടുത്തെ നിയമത്തിന്, ഇവിടുത്തെ മന്ത്രിമാർക്ക്, ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്നാൽ എല്ലാവരും വനത്തിലേക്ക് കയറി പോകട്ടെ. മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ജോലി അവർക്ക് നിയമം ഉണ്ടാക്കുക. ഇത് ഒരു മൗഢ്യമായ അർത്ഥരഹിതമായ ഒരു രീതിയാണ്. ജനത്തിന് സംരക്ഷണം നൽകണം, അവരുടെ ജീവന് സംരക്ഷണം നൽകണം. അവർ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ. ഇനി ഈ കേരളം മുഴുവനും ഒരു വനവാസ കേന്ദ്രമാക്കി രൂപീകരിക്കാനാണോ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി? കാട്ടുപോത്താക്രമണമടക്കം നിരവധി വന്യജീവി ആക്രമണങ്ങളാൽ അനാഥമാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ പതിച്ച കരിനിഴൽ കാണാൻ ആരുമില്ലെന്നും ഇവർക്ക് സഹായമടക്കം നിഷേധിക്കപ്പെടുന്നതിലെ ആശങ്കയും ആർച്ച് ബിഷപ്പ് ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു. ആക്രമിക്കപ്പെട്ട കാട്ടുപോത്തിൻ്റെ ആക്രമണം വന്നു, അതുപോലെയുള്ള ഒത്തിരി ആക്രമണം വന്നു. 1-2 ദിവസത്തെ പത്രവാർത്ത, പിന്നെ അങ്ങോട്ട് തിരിയില്ല ആരും. ആ കുടുംബത്തിന് സഹായം എത്തിക്കുന്നില്ല. മരണപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ ആ കരിനിഴൽ കാണാൻ ആരുമില്ല. ഇത് എത്ര നാളുകൊണ്ട് നമ്മുടെ ഈ സമൂഹം അനുഭവിക്കുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളും ആദരണീയനായ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിയും ഒക്കെ മനുഷ്യനോട് പരിഗണന കാണിക്കണം, മനുഷ്യത്വത്തിന് വില കൊടുക്കണം. അതേസമയം കത്തോലിക്ക സഭ മലയോര ജനതയുടെ ദുരിതങ്ങളിലും ആവശ്യങ്ങളിലും പ്രതികരിക്കുമ്പോൾ അതിനു നേരെ ചെളിവാരിയെറിയുന്നത് മൗഢ്യമാണെന്ന് അഭിമന്യ പിതാവ് എടുത്തുകാട്ടി. വിഷയത്തിൽ സഭയ്ക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ലെന്നും സഭ നിലനിൽക്കുന്നത് മനുഷ്യനു വേണ്ടിയും മൂല്യങ്ങൾക്കു വേണ്ടിയുമാണെന്നും കൂട്ടിച്ചേർത്തു. എല്ലാ രീതിയിലും കഷ്ടപ്പെടുന്ന മലയോര വർഗത്തിന് താങ്ങും തണലുമാകാൻ നമുക്ക് കഴിയണം. സഭ ഇതിനോട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. സഭ പ്രതികരിക്കുമ്പോൾ അതിന് നേരെ ചെളി വാരി എറിയുന്നത് ശരിയല്ല. കാരണം സഭ നിലനിൽക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്, മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. സഭ എന്നും അങ്ങനെ തന്നെയാണ്. ആ ഒരു ചിന്ത അധികാരികൾ മനസ്സിലാക്കണം. മനുഷ്യന് സംരക്ഷണം നൽകണം, മനുഷ്യൻ്റെ ജീവന് വില നൽകണം. ഇതുപോലെയുള്ള കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വരുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കണം. മരണപ്പെട്ടവരുടെ അത്യാഹിതം സംഭവിക്കുന്ന കുടുംബങ്ങൾക്ക് എത്തിക്കേണ്ട സഹായം കൃത്യസമയത്ത് തന്നെ എത്തിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. റിജോ സേവ്യർ, ഷെക്കേന ന്യൂസ്, കൊച്ചി.